സമ്മാനം കൊടുക്കണം. ഈ ജനങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? പൈസ വേണ്ടേ? നമുക്ക് 2 മാസം കൊണ്ട് പെൻഷനില്ല. പെൻഷൻ കിട്ടിയിട്ട് 11 വർഷമായി. അഖിൽമാരൊരു പ്രസ്ഥാനം ഇറക്കി, അതിനോടൊക്കെ യോജിക്കുന്നതാണ്. ഞാനായിട്ടൊന്നും നൽകിയിട്ടില്ല. എന്തെങ്കിലും നൽകാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഇല്ല. അത് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ട് അത് പുറത്ത് റിവീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കണേ, നേരിട്ട് കൊടുക്കും, നേരിട്ട് അയച്ചു കൊടുക്കണമെന്നല്ല. എന്തിനാണ് മുഖ്യമന്ത്രി കൊടുക്കുന്നത്? എത്ര പേരെ കിട്ടി? പ്രളയം നശിച്ച എല്ലാവരും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പാവപ്പെട്ടവരെ കിട്ടിയില്ല, പണക്കാർക്ക് കിട്ടും. അതങ്ങനെയാണല്ലോ. വയനാട് ഉരുൾപൊട്ടലിൽ എത്രത്തോളം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ്. ഈ വേളയിൽ നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതിന് ഏറ്റവും എളുപ്പ വഴി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങി എത്രത്തോളം പേർ സംഭാവനകൾ ആൾറെഡി ഇതിനോടകം ചെയ്തു കഴിഞ്ഞു എന്ന് ചോദിച്ചറിയാനാണ്. ഭാഗമായിട്ടുണ്ടോ സംഭാവന? കൊടുത്തിട്ടില്ല. കൊടുക്കുന്നത് നല്ലത് തന്നെ, ഉള്ളവർ സഹായിക്കുന്നത് നല്ലത് തന്നെ. ചേട്ടൻ എന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. അത് നമ്മളവിടെ പ്രാദേശികമായിട്ട് ഈ പാർട്ടികൾ വന്ന് നമ്മളെന്നൊക്കെ ശേഖരിക്കുന്നുണ്ട്, മേടിക്കുന്നുണ്ടല്ലേ? ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഇതിലോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. പേഴ്സണലായിട്ടാണോ അയച്ചത്? പേഴ്സണലായിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പേഴ്സണലായിട്ട് ആൾറെഡി അയച്ചവർക്ക് നമ്മൾ ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ എന്ന നിലയിൽ ഒരു എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും റെസീറ്റോ പ്രൂഫോ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹസ്ബൻഡിൻ്റെ അതിൽ നിന്ന് അയച്ചത്. ഹസ്ബൻഡ് എൻ്റെ 2 സംഘടനയിലെ നേതൃത്വത്തിൽ ഒരു സംഭാവന ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. പട്ടികവർഗ സംഗമ നിധിയും കൊടുത്തിട്ടുണ്ട്. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി വാമനപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പേരിലും നമ്മൾ ചെറിയൊരു തുക മൊത്തത്തിൽ പിരിച്ചിട്ടാണോ കൊടുത്തത് അതോ പേഴ്സണലായിട്ടാണോ കൊടുത്തത്? ഇല്ലല്ല, എല്ലാവരും കൂടെ ചേർന്ന്, നമ്മുടെ സംഘാടകരെല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് ഒരു തുക കൊടുത്തിട്ടുണ്ട്. തുക എത്രയെന്ന് പറയുന്നില്ല, ചെറിയൊരു നമ്മളെ കൈക്ക് ഒതുങ്ങുന്ന ഒരു തുക കൊടുത്തിട്ടുണ്ട്. കൊടുക്കാൻ ഇനി പ്ലാൻ ഉണ്ടോ? കൊടുക്കാൻ ഒറ്റയ്ക്ക് കൊടുക്കാൻ പറ്റൂല, ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും ചേർന്ന് കൊടുക്കാം. ഓക്കെ, ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രൂഫ് കാണിക്കാൻ പറ്റുമോ? അത് വീട്ടിലാണ്. എന്താ? വീട്ടിലെ ഫോണിലാണ് ചെയ്തത്. വീട്ടിൽ കാരണം നമ്മൾ സംഭാവന നൽകിയിട്ടുള്ളവർക്ക് ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ എന്ന നിലയിൽ ഒരു 100 രൂപ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രൂഫ് കാണിക്കാൻ വീട്ടിലാണ് മുഖ്യമന്ത്രിയുടെ ഇതിലേക്ക് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു കൊടുത്തിട്ടുണ്ടെന്ന് ഒരു പ്രൂഫ് കാണിക്കുകയാണെങ്കിൽ നമ്മളൊരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ എന്ന നിലയിൽ എല്ലാവർക്കും 100 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ കേരളത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കേരളത്തിൻ്റെ ഗവൺമെൻറ് കൂടെ നിന്നല്ലേ നമ്മളത് ചെയ്യേണ്ടത്. അതെ, അതിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്യുന്നു. അതിനെതിരെ പല പ്രചരണങ്ങളും നടക്കുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വിഷമവും തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ട സമയമാണെന്നുള്ളതാണ് ഈ സമയത്ത് എനിക്കൊരു മെസ്സേജായിട്ട് പറയാം. പ്രൂഫ് കാണിക്കുകയാണെങ്കിൽ ആ 100 രൂപ കൂടി ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. അല്ല, അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അത് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ട് അത് പുറത്ത് റിവീൽ ചെയ്യുന്നുണ്ട്. എമൗണ്ട് പറയണ്ട, ചെയ്തിട്ടുണ്ടെന്ന് ഒരു പ്രൂഫ് തന്നാൽ മതി. കാരണം എത്രത്തോളം പേര് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് ഞാൻ. അതല്ല, ഇത് ഓരോ ആൾക്കാരുടെയും തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണോ. അപ്പോൾ അതിനെ ആ ഒരു പ്രൈവസി കീപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ. ഓക്കെ, ശരി. കൊടുത്തു. ഇനി ഒരു 10-15 ഒരു കളക്ഷൻ വരും. ഓക്കെ, ഇപ്പോഴും പൈസ ആയിട്ട് കൊടുക്കും. ഓക്കെ. പിന്നെ നമ്മുടെ വൈഫിൻ്റെ 1 മാസം ശമ്പളം, അതിൽ നിന്ന് ഒരു ഓഹരി ഉണ്ട്, അത് കൊടുക്കും. അത് കൊടുക്കും. പിന്നെ അപ്പോൾ അങ്ങനെ ചേട്ടൻ നൽകിയിട്ടുണ്ടോ? ഓൾറെഡി നൽകിയിട്ടില്ല. നൽകാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? അതിൽ ഇപ്പം നൽകാനില്ല. ഇപ്പം തൽക്കാലം ഇല്ലാത്തതുകൊണ്ടല്ലേ? വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ? നമുക്ക് ബുദ്ധിമുട്ട് ഒക്കെയാണ്. വിശ്വാസ്യതയിൽ ഒരു ഇല്ല, കൊടുക്കണമെന്നേ ഉള്ളൂ താല്പര്യം, സഹായിക്കണമെന്ന്. ക്ലബ്ബ് കണക്കുണ്ട്. ക്ലബ്ബിൽ നിന്ന് പിരിച്ചിട്ട് അയച്ചു കൊടുത്തത്. എന്താണ് ക്ലബിൻ്റെ പേര്? ക്ലബിൻ്റെ പേര് യുവദർശൻ. വാളിക്കോട് റൈഡേഴ്സ് ഹബ്ബ് നിന്ന് കൊടുത്തിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പായിട്ടാണ് കൊടുത്തത്? ഗ്രൂപ്പായിട്ട്. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുണ്ടോ ആൾറെഡി? ഇല്ല, നൽകിയിട്ടില്ല. നൽകണം. ഉടനെ നൽകാൻ പ്ലാൻ ഉണ്ടല്ലോ? അവിടെ കളക്ട് ചെയ്യാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നായിരുന്നു? അവിടെ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും പേഴ്സണലായിട്ടാണ് കൊടുത്തത്? അല്ല, അച്ഛൻ വഴിയാണ് കൊടുത്തത്. അച്ഛൻ വഴി കൊടുത്തത്? ക്ലബിലേക്കാണ് കൊടുത്തത്. ക്ലബ്ബ് വഴി കൊടുത്തോ? ഏത് ക്ലബ്ബ് വഴിയാണ് കൊടുത്തത്? നമ്മളിവിടെ അല്ല, നമ്മളെ സ്ഥലം കഴക്കൂട്ടം. അപ്പോൾ കഴക്കൂട്ടം ക്ലബ്ബ് വഴി നിങ്ങൾ പണം സമ്മാനിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ കൊടുത്ത് അവർക്ക് കൊടുത്തിട്ടില്ല. നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ട് ഉടനെ കൊടുത്ത് നിങ്ങൾ കളക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? കൈയിട്ട് വരുമെന്ന് എല്ലാവരും പറഞ്ഞു. ചെയ്തിട്ടില്ല. കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഉടനെ കൊടുക്കാനാണോ? അതെ. പൊട്ടൽ നടന്നില്ലേ വയനാട്? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുണ്ടോ, അതിൽ എന്തെങ്കിലും ഭാഗമായിട്ടുണ്ടോ? നമ്മൾ ഒരു ദിവസത്തെ പെൻഷനും 500 നമ്മൾ പെൻഷൻകാരാണ്, KSRTC പെൻഷൻകാരാണ്. ഓ അത് ശരി. നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെ പണിയിട്ട് നമ്മൾ അതിനേക്കാളും ദുരിതത്തിലാണ്. മരുന്ന് വാങ്ങിക്കാൻ പൈസയില്ല, വാടക കൊടുക്കാൻ പൈസയില്ല, മക്കളെല്ലാം പട്ടിണി. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളും ഈ വയനാട് ജില്ലക്കാരപ്പോൾ ഉരുൾപൊട്ടി കിടക്കുന്ന പെൻഷൻ പക്കാറാണ്. 70, 90, 95 പൈസ 105 പൈസ ആൾക്കാർ പട്ടിണിയാണ് 2 മാസം കൊണ്ട്. എന്നിരുന്നാലും അപ്പോൾ നമ്മൾ എന്നിട്ട് നമ്മൾ ഒരു ദിവസത്തെ പെൻഷനും 500 കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ അല്ലാതെ നമ്മളെ കഴിയുന്ന സാമ്പത്തികം അല്ലാതെയും കൊടുക്കും. പിന്നെ വീട്ടിൽ ഓറും പാർട്ടിക്കാർ വരും, അവർക്കും കൊടുക്കണം, അതും കൊടുക്കും. പൈസ വേണ്ടേ നമുക്ക് 2 മാസം കൊണ്ട് പെൻഷനില്ല. പെൻഷൻ പരിഷ്കരണം കിട്ടിയിട്ട് 11 വർഷമായി. എല്ലാവർക്കും പെൻഷൻ പരിഷ്കരിച്ചിട്ട് നമുക്ക് KSRTC മിനിമം പെൻഷൻ 4000 രൂപ, 4500 രൂപയാണ് വാങ്ങിക്കണം. അവർ തികയുപോയത്. അത് സർക്കാർ ജീവനക്കാർ പെൻഷൻകാരന്മാർ 11,500 രൂപ വാങ്ങിക്കണം. KSRTC പെൻഷൻ 1200 രൂപ പെൻഷൻ വാങ്ങിക്കണം KSRTC. അതിവിടെ ആരും പറയാറില്ല. എത്ര ലക്ഷം രൂപയാണ് ഞങ്ങൾ ഓരോരുത്തർ കൊള്ളയടിച്ചിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ പഠിക്കണതിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് പൈസ. കോളേജിൽ നിന്നോ? ഇവിടെ GITD എന്ന് പറയുന്ന സെന്ററിൽ. എവിടെ? GITD. അവിടെ നമ്മൾ സംഭാവനകൾ ഞാൻ ഭാഗമായിട്ടുണ്ട്. എങ്ങനെയാണ് അത് ഇപ്പോഴത്തെ അല്ല, നേരത്തെ ആയിട്ടുണ്ട്. നേരത്തെ കയ്യിലുണ്ടായിരുന്ന പൈസ കൊടുത്തു, പക്ഷേ ഇപ്പം സാധിക്കില്ല. ഇപ്പം അറ്റാക്ക് പിടിച്ചിരിക്കുകയാണ്. 6 ബ്ലോക്കാണ്, അതുകൊണ്ടിപ്പം പറ്റില്ല. മനുഷ്യല്ലേ നമ്മൾ മനുഷ്യത്വം കാണിക്കണം. അതാണ് അതിൻ്റെ രീതി. എപ്പോഴാണ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ. ചേച്ചി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എന്തെങ്കിലും സംഭാവന നൽകിയിട്ടുണ്ടോ? ഇപ്പോൾ വയനാട് ദുരന്തമൊക്കെ നടന്നതല്ലേ, നൽകുന്നത് എന്തെങ്കിലും നൽകാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? എങ്ങനെയാണ് നൽകിയത്? പാർട്ടിയുടെ പിരിവ് വന്ന് അങ്ങനെ നൽകിയതാണ്. ഓക്കെ, എന്തെങ്കിലും റെസിപ്റ്റോ എന്തെങ്കിലും കയ്യിലുണ്ടോ? റെസിപ്റ്റ് തരാതെയാണ് വീട്ടിലാണ് ദുരിതാശ്വാസ നിധിയിലേക്കെന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ട്. ഓ താങ്ക് യു. സ്ഥാപനത്തേക്കാണ്, ആ സ്ഥാപനത്തിൽ വന്നതുകൊണ്ട് അതിൻ്റെ പേരിൽ കൊടുക്കും. ഓ, ദുരിതാശ്വാസ നിധിയിലേക്ക് എന്തെങ്കിലും സംഭാവന എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഇല്ല, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് അതിൻ്റെ നടപടിയിലോട്ട് നടക്കുന്നതേ ഉള്ളൂ. എന്താണ്, സംഘടനാപരമായിട്ടാണോ? ഇല്ല, നമ്മൾ കൂലിപ്പണിക്കാർ, കുറച്ച് തന്നെ പണികളൊന്നുമില്ല. പറ്റുമെങ്കിൽ ഒരു 100 രൂപയെങ്കിലും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കണം. ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? നമ്മളിവിടെ കോളേജിൻ്റെ ഇതായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ അവർ ഒന്നിച്ച് ഗ്രൂപ്പായിട്ടാണ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മിമിക്രി കാർഡ് സംഘടനയുണ്ട്, മാസ്ക്, ഞാനുള്ള ആളാണ്. അപ്പോൾ ഞാൻ റിയാസ് കാക്ക ഇവിടെ നിന്നുള്ള മിമിക്രി കറങ്ങാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ മാസ്കിൻ്റെ ഒരു നല്ല രീതിയിൽ ഒരു സംഭാവന എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ കളക്ട് ചെയ്ത്, നേരത്തെ അങ്ങനെ മറ്റേ പൊട്ടിമല അങ്ങനെയുള്ള കുറേ ഇതുപോലെയുള്ള എല്ലാ ഇതിനും മാസ്ക് സംഭാവന ചെയ്യണമുണ്ട്. നല്ല ഒരു വാഹനത്തിൽ കയറ്റി എല്ലാം കൂടെ അവിടെ എത്തിക്കുന്ന ഇപ്പോൾ ഇവിടെയുണ്ട്. ഇപ്പോഴും ഉണ്ട്, പോയിട്ടില്ല. സാധനം എന്നാൽ നാളെ പോകുള്ളൂ. ഉടനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വല്ലതും ചെയ്യണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ചെയ്യും. ഡയറക്റ്റ് ചെയ്യും. അല്ലാതെ അവരുടെ കൊടുത്തിട്ട് ഇത് അവർ മുമ്പൊക്കെ ഇങ്ങനെ നടന്നിട്ടുള്ളതാണ്. അത് 100% ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അഖിൽമാരൊരു പ്രസ്ഥാനം ഇറക്കിയില്ല. അതിനോടൊക്കെ യോജിക്കുന്ന ആളാണ്. അത് ആരെങ്കിലും നമ്മളുടെ ഏരിയയിൽ നിന്ന് കളക്ഷന് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും കൊടുക്കും. അല്ല, അത് ഡയറക്റ്റ് നമ്മൾ വല്ല വസ്ത്രങ്ങളോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാകുമ്പോൾ അങ്ങ് എത്തിക്കൊള്ളുമല്ലോ. ഒന്നും കൊടുക്കാതിരിക്കില്ല. നൽകാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഇല്ല. വിശ്വാസ്യത ഇല്ലാത്തതുകൊണ്ടാണോ സമ്മാനം നൽകാത്തത്? അതോ പേഴ്സണൽ റീസണാണോ? ഞാൻ ഈ ന്യൂസൊന്നും ഫോളോ ചെയ്തില്ല. ഇങ്ങനൊരു പദ്ധതിയെ പറ്റിയൊന്നും ഞാൻ അറിഞ്ഞില്ല. പദ്ധതിയെ പറ്റിയോ? അല്ല, ഇപ്പം എന്താ സംഭാവന ചെയ്യണല്ലോ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അത് പണ്ട് മുതലേ ഉള്ളതാണല്ലോ. ന്യൂസൊന്നും അങ്ങനെ ഫോളോ ചെയ്യണ വയനാട് ദുരന്തം സംഭവിച്ചത് അതറിഞ്ഞു. സംഭാവന കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് കൊടുത്തത്? ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഇവിടെ എറണാകുളത്താണ് എൻ്റെ വീട്. അവിടെ വെച്ചാൽ കൂട്ടായ്മ വഴി കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങളും എല്ലാമായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ടായ്മയിൽ കൊടുത്തല്ലേ? അത് നമ്മൾ ബസ് വിളിച്ചിട്ട് അന്ന് കുറച്ച് പേര് പോയായിരുന്നു. ആ കൂട്ടത്തിലായിട്ട് അന്നേരം ഡ്രസ്സും പൈസയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ദിവസം ശമ്പളം കൊടുത്തു. ഒരു ദിവസം ശമ്പളം ആൾറെഡി കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് നൽകിയത്? കൊടുത്തത് നമ്മൾ വീട്ടിൽ വന്നിരുന്നു. എൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്. അതങ്ങനെ സംബന്ധിച്ച് വീട്ടിൽ വന്നിരുന്നു. വീട്ടിൽ വന്നപ്പോൾ ഞാൻ നൽകിയിട്ടുണ്ടല്ലേ? ഇല്ലല്ലേ? എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ?
ഞങ്ങളതിൻ്റെ പ്രവർത്തനത്തിൽ ഫുൾ ടൈം ഉണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ സംഘടനയുണ്ട്, പാർട്ടിയുണ്ട്. പാർട്ടി ഞാൻ പാർട്ടി ബ്രാഞ്ച് മെമ്പറാണ്. അതിനുള്ള എല്ലാ സമാഹരണത്തിനും കൂടെ കട്ട സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ പാർട്ടി ഉണ്ട്. വയനാട് ഉരുൾപൊട്ടൽ സംഭവിച്ചതിന് ശേഷം ഒരുപാട് പേര് നമ്മളവിടെ വന്നായിരുന്നു വീട്ടിൽ. എവിടെ? നമ്മൾ അരുവിക്കര വന്നായിരുന്നു. വീട്ടിൽ വന്നു. അവിടെ അവിടുത്തെ മെമ്പർമാരൊക്കെ വന്നു. അങ്ങനെ സംഭാവന ആൾറെഡി നൽകിയിട്ടുണ്ടല്ലോ. പിന്നെ അത് കൊടുക്കും. റെസിപ്റ്റ് ഇപ്പം ഇല്ല, കയ്യിലില്ല. അത് ഓക്കെ ആക്കി. ശരി, താങ്ക് യു. ഓക്കെ. ഞാൻ ഒരു പട്ടാളക്കാരനാണ്, എക്സ്-സർവീസ്മാനാണ്. ഓക്കെ. ഞങ്ങൾ അതുവഴി നൽകിയിട്ടില്ല. നൽകാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എല്ലാവരും ചെയ്യുന്ന കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അല്ലാതെ നമ്മൾ സ്റ്റാൻഡിൽ കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിക്കുന്നുണ്ട്. അടുത്ത കമ്മിറ്റിക്ക് ശേഷം എന്തായാലും ഇവിടെ നല്ല 3 സ്റ്റാൻഡിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് മറ്റേ പാർട്ടിയുടെ ഇതിലേ കൊടുത്തിട്ടുണ്ട്. ഞാനായിട്ടൊന്നും നൽകിയിട്ടില്ല. എന്തെങ്കിലും നൽകാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഉദ്ദേശമുണ്ട്. നൽകുന്നതാണ് അല്ലേ? ഓക്കെ, ശരി. ഇതുവരെയ്ക്ക് നൽകിയിട്ട് ഇനി നൽകും. നൽകുമല്ലേ? എങ്ങനെ? കഴിഞ്ഞ പ്രളയത്തിന് അവർ ചെസ് ഏർപ്പെടുത്തിയതിന് അദ്ദേഹത്തിന് ചെസ് ഏർപ്പെടുത്തിയത് ഇതുവരെ പിൻവലിച്ചില്ലല്ലോ. ഇല്ലല്ലേ, ഇതുവരെ ഇല്ല. ചെയ്യാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ചെയ്യാൻ ഇപ്പോഴത്തെ ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ചിട്ട് വലിയ പാടാണ്. കാരണം കുറേ ദിവസങ്ങളായി വണ്ടികളൊന്നും ഓട്ടം കുറവ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വരുന്ന മുറയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യാം. അപ്പോൾ അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നമ്മളെ പയ്യന്മാരെല്ലാം കൂടെ ഒരു ചാരിറ്റിയുടെ പ്രവർത്തനം തുടങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ടല്ലേ? അവിടെ സഹായിക്കാൻ വേണ്ടിയിട്ട് പട്ടത്ത് നമ്മളെ ഫിറോസ് ഉണ്ടല്ലോ, ഫ്രീഡം ഫിറോസ്, പുള്ളിയുടെ ഇതിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് അവസാന ലോഡ് പോയത്. എന്താണ് ചെയ്തത്? നമ്മൾ കുറച്ച് സാധനം, ഡ്രസ്സ്, അങ്ങനെ കുറച്ച് അങ്ങനെയുള്ള കുറച്ച് സാധനം, റൊട്ടി അങ്ങനെയുള്ള സാധനങ്ങളാണ് ചെയ്തത്. ഗ്രൂപ്പുണ്ട്. എന്താണ്? ക്രിക്കറ്റ് കളിയിലെ ഗ്രൂപ്പുണ്ട്. അങ്ങനെ ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൊടുത്തത്. സംഭാവന നൽകിയിട്ടുണ്ടല്ലോ. പേഴ്സണൽ ഞങ്ങൾ ഹോം ഗാർഡ് അസോസിയേഷൻ ചേർന്ന് ചെയ്യുന്നുണ്ട്. ആൾറെഡി കൊടുത്തു കഴിഞ്ഞോ? ഇല്ല, ഞങ്ങൾ അതിൻ്റെ നടക്കും. ഞാൻ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. എങ്ങനെയാണ്? ഞാനിപ്പോൾ ഹജ്ജിനൊക്കെ പോയിട്ട് നമ്മളൊരു ഹജ്ജ് ഗ്രൂപ്പുണ്ട്. ആ ഹജ്ജ് ഗ്രൂപ്പിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ടല്ലേ? വയനാട് ദുരന്തം സംഭവിച്ചതിന് ശേഷം ഒരുപാട് പേര് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പം മുഖ്യമന്ത്രിക്കാർ സമ്മാനം കൊടുക്കണത് മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുക്കണേ, നേരിട്ട് കൊടുക്കുക, നേരിട്ട് അയച്ചു കൊടുക്കണമെന്നല്ല. എന്തിനാണ് മുഖ്യമന്ത്രി കൊടുക്കുന്നത്? നേരിട്ട് കൊടുക്കാൻ ഉദ്ദേശമുണ്ടോ? നേരിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് സാധനങ്ങളെല്ലാം ഇപ്പോൾ ഒരു കൂട്ടി ഞങ്ങൾ അയക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ ഒരു സംഘടന ഉണ്ട്, ആ സംഘടനയിൽപ്പെട്ടാണ് ഞങ്ങൾ അയക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം അയച്ചു. 3 പ്രാവശ്യം അയച്ചിട്ടുണ്ട്. സംഘടനയുടെ പേരെന്തുവായിരുന്നു? എൻ്റെ പേര് അസീസ്. സംഘടനയുടെ ഇത് പൗരസമിതിയുടെ അതിൻ്റെ ആളാണ് ഞാൻ. ദുരിതാശ്വാസ നിധിയിലേക്ക് എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ട്? മറ്റേ പാർട്ടിക്കാരുമായിട്ട് കുരിശ് ഇറക്കിക്കൊണ്ട് കൊടുക്കും. ഏത് പാർട്ടി? കമ്മ്യൂണിസ്റ്റിൻ്റെ പാർട്ടി. ഇവിടുന്നൊക്കെ നമ്മൾ കടയിൽ എല്ലാ സാധനം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് കൊടുത്തത്? നമ്മൾ പൈസയായിട്ട് കൊടുത്തിട്ടുണ്ട്, സാധനം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പൗരസംരക്ഷണ സമിതി പാർട്ടി ബേസിൽ നമ്മൾ ഡയറക്റ്റാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് ചെയ്യുന്നുണ്ടല്ലേ? ദുരിതാശ്വാസ നിധിയിൽ ചെയ്യുന്നില്ല. ഓക്കെ. ഏതായാലും സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം എല്ലാം നിവർത്തി ഉണ്ടെങ്കിൽ എല്ലാം ചെയ്തു കൊടുക്കുകയുള്ളൂ. അല്ലാതെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്തെങ്കിലും? അത് നമ്മൾ ഇവിടെ വാളിക്കോട് കേന്ദ്രീകരിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തായിരുന്നു. ഇവിടെ കളക്ടറേറ്റ് കൊണ്ട് കൊടുത്തായിരുന്നു. ഒരു 10-50 ചാക്ക് അരി ബാക്കിയുള്ള കാര്യങ്ങളങ്ങനെ എല്ലാം സെറ്റായിട്ട് കൊടുക്കും. ദുരിതാശ്വാസ നിധിനെ ഈ ജനങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പില്ലെന്നാണോ പറയുന്നത്? ഉറപ്പില്ലെന്നാണ് പറയണത്. അവർ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാമല്ലോ അവർക്ക്. നമ്മളോ നമുക്ക് കഴിയുന്നത് നമ്മൾ കൊടുക്കുന്നുണ്ട്. വാളിക്കോട് റൈഡേഴ്സ് ഹബ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, അവിടെ ഒരു സംഗമമാണ്. അത് വാളിക്കോട് ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും അവിടെ കൊടുക്കുന്നുണ്ട്. അവർ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അവരിപ്പോൾ തന്നെ 5-10 അവർ ദുരിതാശ്വാസ ഇതിലോട്ട് കൊടുത്തിട്ടുണ്ട്. പ്രളയം വന്ന പൈസയും വീട് ഇതുവരെ കിട്ടിയിട്ടില്ല ജനങ്ങൾക്ക്. പ്രളയം വന്നിട്ട് കിട്ടിയിട്ടുണ്ടോ ഇതുവരെ? എത്ര പേരെ കിട്ടി? പ്രളയം വന്ന് നശിച്ച എല്ലാവരും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പാവപ്പെട്ടവരെ കിട്ടിയില്ല, പണക്കാർക്ക് കിട്ടും. അതങ്ങനെയാണല്ലോ. സംഘടനയുണ്ട്, നമ്മൾ കൊടുക്കാം. നമുക്ക് വേറെ സംഘടനയുണ്ട്. സംഘടനയാണ് നമ്മൾ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, പ്രവാസി അതിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ എല്ലായിടത്തും ഓക്കെ. അത് നമ്മുടെ മോലാളി അതിനോട് ഭാഗമായിട്ടുണ്ട്. ചേട്ടൻ്റെ പേഴ്സണലായിട്ട് എന്തെങ്കിലും? പേഴ്സണലായിട്ട് നമ്മൾ അതിനോട് കമ്മിറ്റി നാളെ തീരുമാനിക്കുന്നുണ്ട്. എന്തിലാണ്? എന്ത് കമ്മിറ്റി? പാർട്ടിയുടെ അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പേഴ്സണലായിട്ട് എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല.
ചെയ്തിട്ടുണ്ടോ? ചെയ്യാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഉദ്ദേശമുണ്ട്. അത് നമ്മളവിടെ ഇത് തുടങ്ങിയിട്ടുണ്ട് ഒരാൾ മറ്റേ പാർട്ടിയിലേക്ക് നമ്മളവിടെ. അപ്പോൾ അവരിൽ ഉള്ളത് അവരെ ഏൽപ്പിക്കാം. പാകാവ ഇനി ഒരു 8-ാം തീയതി കമ്മിറ്റിയുണ്ട്. കമ്മിറ്റിയിൽ കൂടിയിട്ട് നമ്മൾ കൊടുക്കും. എന്ത് കമ്മിറ്റിയാണ്? ബ്രാഞ്ച് കമ്മിറ്റി തുടങ്ങുന്നു. ഇല്ല, ഒന്നും ആയിട്ട് കൊടുത്തിട്ടില്ല. കൊടുക്കാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ട്? കൊടുക്കാൻ നമ്മൾ അവിടെ ആരെങ്കിലും കൂട്ടണമെങ്കിൽ അതിൻ്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും വാങ്ങി കൊടുക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ ഇതിനകത്തോട്ട് ആരും കയറിയില്ല. കയറുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ളതിന് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും. ഇപ്പം വയനാട് ദുരന്തം സംഭവിച്ചതിന് ശേഷം ഒരുപാട് പേര് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭാവന ഇതിൽ ഭാഗമായിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും സംഭാവന ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നമ്മളിവിടെ ആട്ടോക്കാരെല്ലാം കൂടെ നമ്മൾ നേരിട്ടാണ് ചെയ്യണം. ഇവിടെ നേരിട്ട് ചെയ്യുന്നതാണല്ലേ? ഓക്കെ. ഞങ്ങൾ മുമ്പൊക്കെ കൊടുത്തു. എങ്ങനെയാണ് സാമ്പത്തിക ഇവിടങ്ങളിൽ പിരിവുകളൊക്കെ വന്ന് ഇവിടെ തുണികൾ സാധനങ്ങളൊക്കെ വണ്ടികളിലൊക്കെ കൊണ്ടുപോയ സമയത്ത് അവരോട് സഹകരിച്ച് ഇല്ല, ആൾറെഡി എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട്. വയനാടുണ്ട്, കണ്ണൂരുണ്ട്. കണ്ണൂരുള്ള സുഹൃത്തുക്കൾ ഞാൻ മലേഷ്യയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കണ്ണൂരുള്ള സുഹൃത്തുക്കൾ എൻ്റെ ആൾറെഡി കാശ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? നോക്കട്ടെ. എൻ്റെ മകള് വയനാട്ടിലാണ് താമസിക്കുന്നത്. ആണോ? സേഫ് അല്ലേ? സേഫാ. എവിടെയാണ് വയനാട്? മാനന്തവാടി. ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അസോസിയേഷൻ്റെ ഇതിൽ ചെയ്തു. അസോസിയേഷൻ്റെ രീതിയിൽ ഒന്നും പറയാനില്ല. എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. നമ്മളെ സംഘടനാപരമായിട്ട് നമ്മൾ സഹായിക്കുന്നുണ്ട്. ഏത് സംഘടനയാണ്? നമ്മൾ SDPI പ്രവർത്തകരാണ്. ഭാഗമായില്ല. ഞങ്ങളുടെ ഒരു അസോസിയേഷൻ, പ്രസിഡന്റ് അസോസിയേഷൻ ഞങ്ങൾ അതിന് വേണ്ടി ഒരു പരിപാടി ഇട്ടിട്ടുണ്ട്. രൂപീകരിച്ചിട്ടുണ്ട്. അല്ല, ഞങ്ങൾ അസോസിയേഷനിൽ ഞങ്ങൾ ഇന്ന് യോഗം കൂടുന്നുണ്ട്. കൂടിയിട്ട് ഞങ്ങളൊരു സംഭാവന അയക്കും മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക്. ഇല്ല, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൊസൈറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ സൊസൈറ്റി വഴി കുറച്ച് ഫണ്ട് രൂപീകരിക്കാനുള്ള പരിപാടി. അതുവഴി നൽകാൻ ചാരിറ്റി. അതെ, ചാരിറ്റി. അപ്പോൾ അതുവഴി പണം പിരിച്ചിട്ട്. അതെ. അല്ലാതെ നമ്മളിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 1000 രൂപ ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. പകരം ഇപ്പോൾ 100 രൂപയായാലും അത് 100 രൂപ തന്നെയാണ്. പരതുള്ളി പെരുവെള്ളമാണ്. പക്ഷേ 100 രൂപ കൊണ്ടിട്ട് ഒരു കുടുംബത്തിന് ഒരു ദിവസത്തെ അരി വാങ്ങിക്കാൻ പോലും തികയില്ല ഇന്നത്തെ കാലത്ത്. പക്ഷേ ഒരു കൂട്ടായുടെ വർക്കാകുമ്പം നമുക്കൊരു 10,000 അല്ലെങ്കിൽ 25,000, ചിലപ്പോൾ ഒരു 50,000 അങ്ങനെ പോകും. ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. മുമ്പ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്തവണ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. കൊടുക്കണം. എങ്ങനെ കൊടുക്കാനാണ് ആഗ്രഹം? ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും? ഇല്ലല്ലോ, അത് ഏതാണോ സംവിധാനം, സർക്കാർ സംവിധാനം എന്താണോ അത് വെച്ച് അങ്ങ് ചെയ്തിട്ടില്ല. ചെയ്യണമെന്ന് താല്പര്യമുള്ള കൂട്ടത്തിലാണ്. ഉണ്ടല്ലേ? എന്തെങ്കിലും സംഭാവന ചെയ്യാൻ താല്പര്യമുണ്ടോ? അതുണ്ട്, ഞാൻ കൊടുത്തോളാം. സംഭാവന ചെയ്തിട്ടില്ല. സംഭാവന ചെയ്യാൻ താല്പര്യമുണ്ട്. എങ്ങനെയാണ് സംഭാവന ചെയ്യാൻ ഉദ്ദേശിച്ചത്? സംഭാവന മറ്റേ മുഖ്യമന്ത്രിയുടെ CDM ഉണ്ടല്ലോ, അതുവഴി ചെയ്യാനാണ് താല്പര്യം. ഉടനെ ചെയ്യുന്നതായിരിക്കും. ഉടനെ ചെയ്യും. നമ്മൾ സാലറി, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സാലറി അതിൻ്റെ അതനുസരിച്ച് ചെയ്യുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഉടനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് പേരുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എല്ലാവരും പല രീതിയിൽ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പലരും പല പല സംഘടനകളിൽ ഭാഗമാണ്. അങ്ങനെ പിരിവുകൾ കൊടുത്തിട്ടുണ്ട്. ചിലർ പാർട്ടിപരമായിട്ടുള്ള പിരിവുകളിൽ സംഭാവന നൽകിയിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ ഒരു 90-95% പേരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ പലരും മറ്റു ചിലർ പല പല സാധനങ്ങളായിട്ട് അങ്ങനെ പല പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ എത്തിക്കുക. നിങ്ങളാൽ കഴിയുന്ന തുക, ചെറിയ തുകയാണെങ്കിലും അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിക്കുക. വളരെ ചുരുക്കം ചിലർക്ക് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ ഒരു വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സാഹചര്യത്തിൽ നമ്മളങ്ങനെ കണക്കുകൾ കീറി മുറിച്ച് പരിശോധിക്കുന്നതിനപ്പുറം നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്നാണ്. എല്ലാവർക്കും ഡയറക്റ്റ് പോയി സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതുപോലുള്ള ദുരിതാശ്വാസ നിധിയിൽ സംഭാവന ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പലർക്കും സംശയങ്ങളുണ്ടാവാം. ആ സംശയങ്ങളെല്ലാം സാധൂകരിക്കേണ്ടത് നമ്മുടെ ഗവൺമെൻറ് തന്നെയാണ്. ഈ ഫണ്ട് കുറച്ചുകൂടി സുതാര്യമാക്കുകയും ഈ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന തുക വിനിയോഗിച്ച് എത്രയും പെട്ടെന്ന് ദുരിതബാധിതർക്ക് അവരുടേതായ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കണം എന്നുകൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. പിന്നെ അഖിൽമാരാറെ പോലുള്ളവർ പറയുന്നത് അത് അവരുടെ അഭിപ്രായമാണ്. അവർക്ക് അവരുടേതായ രീതിയിൽ ഡയറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ അവരങ്ങനെ ചെയ്തോട്ടെ. പക്ഷേ എല്ലാ ജനങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ
100 രൂപയാണെങ്കിൽ അത് സംഭാവന ചെയ്യുക. ഇനി നമ്മുടെ ഈ ചാനൽ മോണിറ്റൈസ് ഒന്നും ആയിട്ടില്ല, അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് എനിക്കൊരു റവന്യൂ കിട്ടുന്നതല്ല. ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ ഈ വീഡിയോയിൽ നിന്ന് എനിക്ക് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ആ തുക മുഴുവനും ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമർപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.